ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ മാത്സിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളാണ് നമുക്കിന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ളത്. ഇനി അടുത്തത് കലണ്ടർ മാത്സ് ആണ്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സം ഓഫ് ദ 9 നമ്പേഴ്സ് ഇൻ ദിസ് സ്ക്വയർ? ഈ കലണ്ടറിൽ നോക്കൂ, ചുവപ്പ് നിറം കൊണ്ട് ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് 9 അക്കങ്ങളെ. ഈ 9 അക്കങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്ന തുകയാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. ഇതിൻ്റെ ഉത്തരം 81 ആണ്. ഇനി നമുക്ക് ഇതിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഡ്രോ അനദർ സ്ക്വയർ ലൈക്ക് ദിസ് ആൻഡ് ഫൈൻഡ് ദ സം. ഇതുപോലെയുള്ള ഒരു കലണ്ടറിൽ 9 അക്കങ്ങളെ മാർക്ക് ചെയ്യാനാണ് പറയുന്നത്. ഉത്തരം ഇതാണ്. നമ്മോട് നേരത്തെ കലണ്ടറിൽ കണ്ടതുപോലെ ഒരു 9 അക്കങ്ങൾ ഒരു ബോക്സിൽ ചേർത്ത് വച്ചിട്ട് ആ 9 അക്കങ്ങളും കൂട്ടിയിട്ട് കിട്ടുന്ന തുക ഉണ്ടാവുമല്ലോ, അത് കണ്ടെത്താനാണ് പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട അക്കങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 2 ബോക്സിലാക്കിയിട്ടുണ്ട്. ഒന്നാമത്തത് 4, 5, 6, 11, 12, 13, 18, 19, 20. ഇതിനെനിക്ക് 108 കിട്ടി. അടുത്തതിന് 153 കിട്ടി. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ഇസ് ദർ എനി ഈസി വേ ടു ഫൈൻഡ് ദ സം? ഇതിലെ ആകെ തുക കണ്ടെത്താൻ എന്തെങ്കിലും എളുപ്പവഴി ഉണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അതിനൊരു എളുപ്പവഴി ഉണ്ട്. നമ്മൾ നേരത്തെ വരച്ചില്ലേ ഒരു ബോക്സിൽ 9 അക്കങ്ങളൊക്കെ വെച്ചിട്ട് അതിന് നടുവിലുള്ള അക്കം കൊണ്ട് 9നെ ഗുണിച്ചാൽ നമുക്കതിൻ്റെ ഉത്തരം കിട്ടും. ഞാനിവിടെ ഗുണിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ഇതാണ്. 9നെ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ 81. ഇത് നമുക്ക് ടീച്ചർ പറഞ്ഞു തന്നത് തന്നെയാണ്. അടുത്തത് 12നെ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ 108. 17നെ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ 153. ഇതിൻ്റെ ഉത്തരം നമ്മൾ നേരത്തെ കണ്ടെത്തിയ 9 അക്കങ്ങൾ കൂട്ടിയാലും ഗുണിച്ചാലും ഇത് തന്നെ ആയിരിക്കും കിട്ടുക. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരം തെറ്റായി. അടുത്ത ചോദ്യം, ആഡ് ദ 3 നമ്പേഴ്സ് അക്രോസ് ആൻഡ് ആൾസോ ദ 3 നമ്പേഴ്സ് ഡൗൺ. ഇവിടെ കലണ്ടറിൽ നേരെയും താഴേക്കുമായി 5 അക്കങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ താഴേക്കുള്ള 13, 20, 27 ഈ 3 അക്കങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്ന അക്കം കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിത് കണ്ടെത്താം. ഇത് നോക്കൂ, 13, 20, 27 താഴേക്കുള്ളത്. ഇനി ഇത് കൂട്ടുമ്പോൾ നമുക്ക് 60 കിട്ടും. ഇതാണ് ഉത്തരം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഡ്രോ അനദർ ക്രോസ് ലൈക്ക് ദിസ് ആൻഡ് ഫൈൻഡ് ദ സംസ്. നമ്മൾ കലണ്ടറിൽ നേരത്തെ കണ്ട ക്രോസ് ഇല്ലേ, അതിന് നമ്മൾ ആകെത്തുക കണ്ടെത്തി. ഇനി നമ്മളോട് ഒന്ന് സ്വന്തമായിട്ടുണ്ടാക്കി അതിൻ്റെ ആകെത്തുക കണ്ടെത്താനാണ് പറയുന്നത്. ഇതും നമ്മൾ നേരത്തെ കണ്ടെത്തിയതുപോലെ കണ്ടെത്തിയാൽ മതി. ഇവിടെ താഴേക്കുള്ളത് നോക്കൂ, 2, 9, 16. ഇത് 3 കൂട്ടുമ്പോൾ നമുക്ക് 27 കിട്ടും. അടുത്തത് 5, 12, 19. ഇത് കൂട്ടിയാൽ നമുക്ക് 36 കിട്ടും. ഇനി അടുത്ത ചോദ്യം, നോട്ട് എനിത്തിങ്. നമ്മളിപ്പോൾ ഇവിടെ 2 ഭാഗമായിട്ടല്ല പഠിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് മനസ്സിലായത് അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഉത്തരം മൾട്ടിപ്ലൈ മിഡിൽ നമ്പർ ബൈ 3. ഇതിൻ്റെ നടുവിലുള്ള അക്കത്തെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്കിതിൻ്റെ ആകെത്തുക കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ താഴേക്കുള്ള ഈ 3 അക്കങ്ങൾ കൂട്ടി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, എളുപ്പത്തിൽ തന്നെ കിട്ടുന്നതാണ്. ഇനി അടുത്തത്, എ പാർട്ട് ഓഫ് എ കലണ്ടർ ഈസ് ഷോൺ ബിലോ, ഫൈൻഡ് ദ മിസ്സിംഗ് ഡേയ്സ്. ഇവിടെ ഒരു കലണ്ടറിൻ്റെ ഭാഗം കൊടുത്തിട്ടുണ്ട്. അതിന് കാണാത്ത ഭാഗത്തെ അക്കങ്ങൾ എഴുതി ചേർക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഉത്തരം 23, 24, 30, 31. ഇതെങ്ങനെ കിട്ടിയത് എന്ന് നിങ്ങൾക്കറിയാമോ? ഈ കലണ്ടറിൽ 11, 12, അതിന് 7 കൂട്ടിയാൽ 19, പിന്നെ അതിന് തൊട്ട് മുമ്പ് 18 ഇനി അടുത്ത സംഖ്യകൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 18ന് തൊട്ട് മുമ്പുള്ളത് ഏതാണ്? 17. അതിലേക്ക് ഒരു 7 കൂട്ടിയാൽ നമുക്ക് 24 കിട്ടും. അതിലേക്ക് 7 കൂട്ടിയാൽ 31 കിട്ടും. പിന്നെ 17ൻ്റെ തൊട്ട് മുമ്പുള്ളതോ 16. 16നോട് 7 കൂട്ടിയാൽ 23. 23നോട് 7 കൂട്ടിയാൽ 30. അപ്പോൾ നമുക്കിപ്പോൾ ആൻസർ കിട്ടിക്കഴിഞ്ഞു. 23, 24, 30, 31. അടുത്ത ചോദ്യം, നിഷ went to sleep at 9 night and did awake at 5 in the morning. How many hours did she slept? ഇത് ചോദ്യം ചോദിച്ചിട്ടുള്ളത് നിഷ രാത്രി 9 മണിക്കാണ് ഉറങ്ങിയിട്ടുള്ളത്.
പിന്നെ അവൾ എണീറ്റത് രാവിലെ 5 മണിക്കുമാണ്. ടോട്ടൽ എത്ര മണിക്കൂറാണ് അവൾ ഉറങ്ങിയത് എന്നാണ്. 8 മണിക്കൂറാണ്. ഇത് നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ട് തന്നെ കണ്ടുപിടിക്കാനുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 28th of a month is Wednesday. What day will be the 7th of the same month? ചോദിച്ചിട്ടുള്ളത് ഒരു മാസത്തിൻ്റെ 28ാം തീയതി ബുധനാഴ്ചയാണ് എങ്കിൽ അതേ മാസത്തിൻ്റെ 7ാം തീയതി ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദ്യം. ഉത്തരം വെനസ്ഡേ. ഇത് നിങ്ങൾ തന്നെ ഒറ്റക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം നോക്കാം. In 2013, February 1st is a Friday. How many Fridays will be in this month? ഇവിടെ ചോദിച്ചിട്ടുള്ളത് 2013 ഫെബ്രുവരി 1 തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ എത്ര വെള്ളിയാഴ്ചകൾ ആ മാസത്തിൽ ഉണ്ടാകും? 4 വെള്ളിയാഴ്ചകളാണ് ഉണ്ടാവുക. ഇനി അത് എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. The dates 1, 8, 15, 22 are Fridays. If 2030 is a leap year, there will be 5 Fridays. ഇവിടെ പറഞ്ഞിട്ടുള്ളത് 4 വെള്ളിയാഴ്ചകളാണെങ്കിൽ 1 തീയതിയും 8 തീയതിയും 15 തീയതിയും 22 ഇത് 4ഉമായിരിക്കും വെള്ളിയാഴ്ച ആയിട്ടുണ്ടാവുക. ഇനി 2013 ലീപ്പ് ഇയർ ആണെങ്കിൽ അഥവാ അതിവർഷമാണെങ്കിൽ 5 വെള്ളിയാഴ്ചകൾ ഉണ്ടായിരിക്കും.